പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഉയർപ്പ് ഞായർ, വലിയ നോമ്പിലെ 8-ാം ഞായറാഴ്ച. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹ മരിച്ചവരിൽ നിന്ന് വിജയശ്രീ ലാളിതനായി ഉയർത്തെഴുന്നേറ്റതിനെ നമ്മൾ അനുസ്മരിക്കുകയാണ്. സുവിശേഷകർ 4 പേരും നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിവരിക്കുന്നുണ്ട്. 4 സുവിശേഷകരും ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് മാലാഖ വഴിയോ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു സ്വയമായിട്ടോ പ്രഖ്യാപിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞായറാഴ്ച രാവിലെ കല്ലറയിലേക്ക് ഓടിച്ചെന്നവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു, കല്ലറ ശൂന്യമായിരുന്നു. കർത്താവിൻ്റെ ശരീരം അവർ അടക്കിയതുപോലെ അവിടെ കണ്ടില്ല. വളരെ പ്രധാനമായി ഇന്നത്തെ സുവിശേഷ ഭാഗം എടുത്തു കാണിക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അവർ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആദ്യ സാക്ഷികളായ സ്ത്രീകളാണ്. മഗ്ദലന മറിയം, യാക്കോബിൻ്റെ അമ്മ മറിയം, സലോമി എന്നിവരായിരുന്നു അവർ. ഈ സ്ത്രീകൾ ഗുരുവിനോടൊപ്പം ഗലീലിയായിൽ നിന്ന് വന്നവരായിരുന്നു. സ്ത്രീകളുടെ വാക്കുകളും സാക്ഷ്യവും പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതൽ വിശ്വസനീയമായിരുന്നത് കൊണ്ടാവാം യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷികളായി സ്ത്രീകളെ അവിടുന്ന് നിയോഗിച്ചത്. പത്രോസും യോഹന്നാനും വരെ ഈ സ്ത്രീകളുടെ വാക്ക് വിശ്വസിച്ചാണ് കല്ലറയിലേക്ക് ഓടിയത്. ഈ സ്ത്രീകളിൽ മഗ്ദലന മറിയത്തിൻ്റെ ചങ്കൂറ്റം പ്രത്യേകം പ്രശംസ അർഹിക്കുന്നതാണ്. അവൾ വെള്ളിയാഴ്ച അടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം സാബത്തായതിനാൽ സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങാൻ സൗകര്യമില്ലാത്തതിനാൽ വെള്ളിയാഴ്ച തന്നെ ശവകുടീരത്തിൽ അർപ്പിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം ഓടി നടന്ന് സംഭരിച്ചിരുന്നു. അങ്ങനെ ഒരുങ്ങിയിരുന്ന മഗ്ദലന മറിയം മറ്റുള്ളവരെ നോക്കി നിൽക്കാതെ നേരം പുലരും മുമ്പേ ശവകുടീരത്തിലേക്ക് തനിയെ പോയെന്നാണ് നമ്മൾ കാണുന്നത്. അവൾ രാവിലെ തന്നെ ശവകുടീരത്തിലേക്ക് ഒറ്റയ്ക്ക് കയറുകയും യേശുവിൻ്റെ ശരീരം അന്വേഷിക്കുകയും ചെയ്യുന്നു. അടക്കം ചെയ്ത ശരീരം അവിടെ കാണുന്നില്ല. സാധാരണക്കാരായ ഏത് സ്ത്രീയും പേടിച്ചരണ്ട് ബോധം കെട്ട് വീഴുവാൻ സാധ്യതയുള്ള ഈ സന്ദർഭത്തിലെ മഗ്ദലനയുടെ ധൈര്യം ഒരുപക്ഷെ ഗുരുവിനോടുള്ള അവളുടെ ആത്മബന്ധത്തിൽ നിന്ന് ഉരുവെടുത്തതായിരിക്കണം എന്ന് ഉറപ്പാണ്. അദ്ദേഹം എങ്ങനെയും ജീവിക്കും എന്ന് അവൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അതുകൊണ്ടായിരിക്കണം അടുത്തു നിന്ന മനുഷ്യരോട് തോട്ടക്കാരനാണ് എന്ന് വിചാരിച്ച് അവനെ എവിടെ വെച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞത്. ആ ശവശരീരം എന്നല്ല അവൾ പറയുന്നത്, അവനെ എന്നാണ്. യേശു അവൾക്ക് അപ്പോൾ മൃതശരീരമല്ല, ജീവിക്കുന്നവനാണ്. ഈ വ്യക്തിഗത ബന്ധവും അവനിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ് മഗ്ദലനയെ മറ്റ് ശിഷ്യരിൽ നിന്ന് വ്യതിരക്തിയാക്കുന്നത്. അവൾക്ക് തന്നെയാണ് യേശു ഉയർത്തെഴുന്നേറ്റ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതും. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാനോ തൻ്റെ വിശ്വസ്ത സഹകാരിയായിരുന്ന പത്രോസിനോ ഇതിനുള്ള ഭാഗ്യം ലഭിച്ചില്ലെന്ന് ഓർക്കണം. ഇന്ന് ഉയർപ്പ് ഞായറിൽ പ്രത്യേകമായി കാണുന്ന ചില ജീവിത പാഠങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യമേ തന്നെ ചരിത്രത്തിലെ യേശുക്രിസ്തു മരിച്ചവനാണ്, മരിച്ച് കബറടക്കപ്പെട്ടവനാണ് എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ ഈ ചരിത്ര പുരുഷൻ്റെ ജീവചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടും അപ്രത്യക്ഷപ്പെട്ടും ജീവിച്ചു എന്നതിന് തെളിവുകൾ നിരവധിയാണ്. ശൂന്യമായ കല്ലറയും അവിടുത്തെ ഉയർപ്പിന് ബലമേകുന്നു. അതുപോലെ അവൻ്റെ ഈ ഉയർപ്പ് എനിക്കും നിങ്ങൾക്കും ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്ന്
വീണ്ടും ആരംഭിക്കാനുള്ള വലിയ പ്രചോദനം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി മാറണം. ഏറെ പ്രധാനമായി യേശുവിൻ്റെ ഉയർപ്പ് ഒരു സത്യമായിരുന്നെങ്കിലും അസാധാരണമായ ഈ സംഭവം ശിഷ്യർക്ക് സ്വായത്തമാക്കുവാൻ മഗ്ദലന മറിയത്തിൻ്റെ ക്രിസ്തുവുമായുള്ള ഒരു വ്യക്തിബന്ധം അനിവാര്യമായിരുന്നു എന്നതാണ് വസ്തുത. പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും അവർ കേട്ട ഈ സംഭവം സ്ഥിരീകരിക്കാനും അവരെ വിശ്വസിപ്പിക്കുവാനും ആയിരുന്നു യേശു പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ സംഭവം ആദ്യമായി കേൾക്കുന്ന വ്യക്തി അത് സ്വീകരിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള അടിപതറാത്തതും അചഞ്ചലവുമായ വിശ്വാസമായിരുന്നു ആവശ്യം. ഉയർത്ത ക്രിസ്തുവിൻ്റെ മറിയം എന്ന ഒരൊറ്റ വിളി മാത്രം മതിയായിരുന്നു മഗ്ദലന മറിയത്തിന് അവനിൽ വിശ്വസിക്കാൻ. ആ സ്വരം അവൾക്കത്ര പരിചിതമായിരുന്നു. ഇന്ന് നമുക്കുണ്ടാകേണ്ട വളരെ വലിയ കാര്യവും ക്രിസ്തുവുമായുള്ള ഇത്തരമൊരു വ്യക്തിബന്ധമാണ്. ഈ മഗ്ദലന ഇഫക്റ്റ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ നന്മകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ.